നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വാശി വരുൺ കണ്ടിട്ടില്ലല്ലോ. കാണിക്കാൻ പറഞ്ഞില്ലേ? കാണിക്കേ. ഓഹോ, പ്രിയങ്ക, ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം. അതല്ലെങ്കിൽ ജോത്സ്യൻ ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ. ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് കരുതിയാ ഇങ്ങനെ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പൊ നിങ്ങളാരും ഇവിടെ ഇല്ലാതായി പോയല്ലോ. മോള് വരുന്നെന്ന് വിളിച്ചാല് ഒന്ന് വന്നിട്ട് തിരിച്ചു പോകാമോന്ന് ചോദിക്കായിരുന്നു. അച്ഛാ, ഞങ്ങള് ഒരുപാട് ദൂരത്താ. ഇപ്പൊ പുറപ്പെട്ടാ പോലും നാളെ മുഹൂർത്തത്തിന് മുൻപ് എത്തുമെന്നുള്ള കാര്യം സംശയമാ. പിന്നെ അത് ടൂറിന്റെ കാര്യം മാത്രമല്ല, ഏട്ടൻ ഇവിടെ ഒരു ചികിത്സയുടെ കാര്യം കൂടിയുണ്ട്. ഒരു നാട്ടുവൈദ്യന്റെ അടുത്താ. അദ്ദേഹം പല രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ആളാ. 6 വർഷം ശ്രമിച്ചിട്ടാ ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്ന. ഇപ്പൊ തിരിക്കുവാണെങ്കിൽ അതും കൂടി മുടക്കണം. ആകെ കുഴഞ്ഞു പോയല്ലോ കൃഷ്ണ. അച്ഛനിതിന് ടെൻഷനാവൊന്നും വേണ്ട. ഇവിടെയുള്ളവരെയൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പരമാവധി മുഹൂർത്തത്തിന് മുൻപ് എത്താനും ശ്രമിക്കാം. ഒരാൾക്കും പരാതിയില്ലാതെ നോക്കിയാ പോരെ? അത് മതി. എന്നാലും മനസ്സിനൊരു അല്ല, അച്ഛൻ ഇപ്പൊ വരുണിനെയോ മുത്തശ്ശിയോ വിളിച്ച് സംസാരിച്ച എല്ലാം മതിയാക്കി അവര് പോരും. പിന്നെ ഏട്ടന്റെ ചികിത്സയ്ക്ക് ഇതുപോലെ 6-7 വർഷം കാത്തിരിക്കേണ്ടി വരും. പാവം, എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അച്ഛാ. അതുകൊണ്ടാ പറയുന്നേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോളെ. അവിടെ ആരെങ്കിലും ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ മോൾ അച്ഛനെ വിളിക്കണം. അച്ഛനെ അവരോട് നേരിട്ട് സംസാരിച്ച് തീർത്തോളാം. എന്താ അച്ഛാ ഇത്? എന്നെ അവരെല്ലാവരും എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ കണ്ടതല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞാ അവർക്ക് മനസ്സിലാവാതിരിക്കോ? അച്ഛൻ ഫോൺ വെച്ചേ. തൽക്കാലം ഇതാരും അറിയണ്ട, പ്രത്യേകിച്ച് വരുൺ. നമ്പർ ഡിലീറ്റ് ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാധികയുടെ കല്യാണത്തിൽ അവളെ എത്തു യശോദേ. എനിക്ക് വിശ്വാസമാണ് എല്ലാവരും കൂട്ടി തന്നെ എത്തും. എല്ലാം ഭഗവാന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. നമ്മളല്ലല്ലോ വിധി എഴുതുന്നതും തിരുത്തുന്നതും. ദേ, അതാ നിൽക്കുന്ന മുത്തശ്ശിയുടെ പ്രണയ ജോഡികള്. കണ്ടില്ലേ രണ്ടുപേരുടെയും പുറംതിരിഞ്ഞോളം നിപ്പ്. പുറത്ത് ആളുകൾ കാണുന്ന സ്ഥലമല്ലേ, അവിടെ ഇപ്പോ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ? മതി മതി, അവര് തമ്മിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ കാണാലോ. അതെ, തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. പണത്തിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കണമെന്നില്ല. സമയമാകുമ്പോ ഞാൻ അങ്ങ് തന്നോളാം. അതേതാ സമയം? അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. എനിക്കത് കേക്കണ്ടെന്ന് ഞാനും പറഞ്ഞു. എനിക്ക് ഇപ്പൊ ഈ നിമിഷം പണം കിട്ടണം. ഇല്ലെങ്കിലോ? ആ പാറ കണ്ടോ? ഞാൻ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടും.
ആഹാ. കണിമംഗലത്തെ കൊച്ചുമോൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയെ കൊണ്ടുവന്ന് കൊക്കെ തള്ളിന്ന് എല്ലാരും അറിയട്ടെ. ഓഹോ, പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കൊന്നും അല്ല, ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ചാട്. എന്റെ വാശി വരുൺ കണ്ടിട്ടില്ലല്ലോ. ആ, കാണിക്കാൻ പറഞ്ഞില്ലേ? കാണിക്കേ. ഓഹോ, ഏയ്, ഏയ്, പ്രിയങ്ക, പ്രിയങ്ക, ഏയ്, നിക്കാൻ. പ്രിയങ്ക, ഏയ്, പ്രിയങ്ക, നിക്കാൻ. പ്രിയങ്ക, അവിടെ നിക്കാൻ. പ്രിയങ്ക, അവിടെ നിക്കാൻ. ഏയ്, അവിടെ നിക്കാൻ. കണ്ണ് തുറന്ന് കാണു മുത്തശ്ശി. പ്രണയം തന്നെയാ രണ്ടുപേരും തമ്മില്. അവിടെ നിൽക്കാൻ. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? എന്റെ പണം ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ഞാനിത് ചെയ്യും. എന്റെ ജീവിതം ഇല്ലാതായിക്കോട്ടെ, അതോടെ തന്റെ ജീവിതം നശിക്കുകയും ചെയ്യും. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? എന്തീ കാണിക്കുന്നത്? അവിടെ നിൽക്കാൻ. എന്തീ കാണിക്കുന്നത്? അടങ്ങിയിരിക്ക അവിടെ. വരുൺ കുറച്ച് താഴേക്ക് നോക്കിയേ, കണിമംഗലത്തെ പട വന്ന് നിപ്പുണ്ട്. നമ്മളെ രണ്ടുപേരെ ഹണിമൂൺ അയച്ചിട്ട് നമ്മളെ വാച്ച് ചെയ്യാൻ വന്ന് നിൽക്കുക എല്ലാരും കൂടി. എന്താ ചെയ്യണ്ടേ? എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് തരട്ടെ ഞാൻ. അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, ഏട്ടനുണ്ട്. തൽക്കാലം അവരാരും ഇതൊന്നും അറിയാൻ പാടില്ല അല്ലേ? ഓക്കെ, നമുക്കത് മാനേജ് ചെയ്യാം. പക്ഷേ എനിക്ക് എന്ത് തരും? എന്ത് തരാൻ? ഞാൻ പറഞ്ഞില്ലേ, അഭിനയിക്കണമെങ്കിൽ എനിക്ക് കൂലി വേണം. ഇപ്പൊ നിൽക്കുന്നവരെ മുഴുവൻ വിശ്വസിപ്പിക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ച തുകയുടെ കൂടെ ഒരു 5 ലക്ഷം അത്രയും മതി. 5 ലക്ഷം? ശരി, വാക്കല്ലേ? വാക്ക്. പോ അവിടുന്ന്. പ്രിയങ്ക, പ്രിയങ്ക, ഓടല്ല, ഓടല്ല. അവിടെ നിൽക്കാൻ. ഓടല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.